ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC നടത്തിയ 10th പ്രിലിംസിന്റെ ചോദ്യപേപ്പറാണ്. ഇത് സ്റ്റേജ് 4 ആണ്. അപ്പൊ സ്റ്റേജ് 1, 2, 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. 2022 10th പ്രിലിംസ് LGS മോഡൽ ചോദ്യപേപ്പറാണ് സ്റ്റേജ് 4. ആദ്യ ചോദ്യം, 2019 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചീഫ് സയന്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ വനിത ആയതുകൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയത്. ആൻസർ സൗമ്യ സ്വാമിനാഥൻ. സൗമ്യ സ്വാമിനാഥൻ. അപ്പൊ നിലവില് നമ്മുടെ WHO ചീഫ് സയന്റിസ്റ്റ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ജെറമി ഫരർ. ജെറമി ഫരർ. ജെറമി ഫരർ. കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? അപ്പൊ കസ്തൂരിരംഗനാണ് പുതിയ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നയം രൂപപ്പെടുത്തിയത്. ഡോക്ടർ കസ്തൂരി രംഗൻ. 5334. ആദ്യം 5ാം ക്ലാസ് വരെ, പിന്നെ 3 വർഷം 8ാം ക്ലാസ്, പിന്നെ 3 വർഷം, പിന്നെ 4 വർഷം. 5331 ആണ് ഈ ഘടന. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ച് പുതിയ നോട്ടുകൾ പുറത്തിറക്കി. ഇതിൽ 500 രൂപയിൽ കാണുന്ന ചിത്രമാണ് ചെങ്കോട്ട. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ ചിത്രങ്ങൾ ഉണ്ടെന്ന്. 500 രൂപയുടെ കണ്ടോ, റെഡ് ഫോർട്ട്, ചെങ്കോട്ടയാണ് പുറത്തിറക്കിയത്. അപ്പൊ നമ്മുടെ ചെങ്കോട്ട ഏതാണ്? ഇതാണ് ചെങ്കോട്ട. ആ ചിത്രം തന്നെയല്ലേ ഇതിനകത്തുള്ളത്, ചെങ്കോട്ട അല്ലെ? 500 രൂപയുടെ ബാക്കിലുള്ള ചിത്രമാണ് ചെങ്കോട്ട. ചെങ്കോട്ട 2016 പുതിയ നോട്ടുകൾ വന്നത്. അപ്പോ ചെങ്കോട്ട. ഇനി നമ്മൾ മറ്റൊരെണ്ണം നോക്കുന്നു. 50 രൂപ അല്ലെ? കണ്ടു, 2017 നവംബറിലാണ് നോട്ടുകൾ പിൻവലിച്ചത്. അപ്പോൾ തന്നെ 500 രൂപ വന്നു. 17 ആയപ്പോഴത്തേക്കാണ് പുതിയ 50 രൂപ നോട്ട് പുറത്തിറക്കിയത്. 50 രൂപയിൽ ഏത് ചിത്രമാണ്? ഹംപി. ഈ ചിത്രങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 50 രൂപയില് ഹംപി. ഹംപി. അടുത്തത് നമ്മൾ 100 രൂപയിലേക്ക് പോവുകയാണ്. കണ്ടോ, 18 ആയപ്പോഴത്തേക്ക് 100 രൂപ. അപ്പോ അതിനു മുമ്പേ വന്നു 17. ഇത് ചിലപ്പോ 18ൽ പ്രിന്റ് ചെയ്ത 100 രൂപയാകാം. അതുകൊണ്ടാണ്. അപ്പൊ റാണി കി വാവ്. റാണി കി വാവ് ഗുജറാത്തിലാണ് റാണി കി വാവ് ഉള്ളത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഇടം നേടിയതാണ്. ഈ 100 രൂപയുടെ മെഷർമെന്റ് 142/66 mm ആണ്. 142/66 mm ആണ്. അപ്പൊ ലാവൻഡർ കളറാണ്. ഈ ഒരു നീല കളറാണല്ലോ. ഇതെന്താണ്? റാണി കി വാവാണ്. ഈ ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഒറിജിനൽ ചിത്രം. റാണി കി വാവ്. 100 രൂപ റാണി കി വാവ്. ഗുജറാത്തിലാണ് റാണി കി വാവ് ഉള്ളത്. അപ്പൊ 500 രൂപ എന്താണ്? ചെങ്കോട്ട. 50 രൂപ എന്താണ്? ഹംപി. ഇനി റാണി കി വാവ് 100 രൂപ. ഇനി 200 രൂപയിൽ ഒരു ചിത്രമില്ലേ? 200 രൂപയിലുള്ള ചിത്രമാണ് സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപ. അടുത്തത് 2000 രൂപ ഇപ്പോൾ പിൻവലിച്ചു. നേരത്തെ ആ സമയത്ത് പുറത്തിറക്കിയതായിരുന്നു, ഇപ്പൊ പിൻവലിച്ചു. 2000 രൂപയിൽ ഉണ്ടായ ചിത്രമാണ് മംഗൾയൻ. ഏത് ചിത്രമാണ്? മംഗൾയൻ. അതുകൂടി നമ്മളിന്ന് ഓർത്തു വെക്കുക. ഇനി 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? 2024 ഇപ്പോൾ ഒളിമ്പിക്സ് കഴിഞ്ഞു. നമ്മളുടെ വേദി പാരീസ് ആയിരുന്നു. ഫ്രാൻസിൽ തന്നെ പാരീസ് ആയിരുന്നു വേദി. അപ്പോ നമ്മൾ ഒളിമ്പിക്സ് വേദികളിലേക്ക് ഒന്ന് പോവുകയാണ്. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോയിലായിരുന്നു. 4 വർഷം കഴിയുമ്പോഴാണ് സമ്മർ ഒളിമ്പിക്സ്. 4 വർഷം കഴിയുമ്പോൾ വിന്ററിന്റെ ഒളിമ്പിക്സും ഉണ്ട്. സമ്മർ ഒളിമ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടോക്കിയോ, പിന്നെ പാരീസ്. ഇനി 28 അടുത്തത് നടക്കാൻ പോകുന്നത് USA ലോസ് ഏഞ്ചൽസ് എന്ന സ്ഥലത്താണ്. ജപ്പാനിൽ ടോക്കിയോയില് കോവിഡ് ആയതുകൊണ്ട് 21 നടന്നത്. പക്ഷെ 2020 എന്നാണ് പേര്. 24 ഫ്രാൻസിലെ പാരീസില്. 28 USA ലോസ് ഏഞ്ചൽസ്. 28 ജൂലൈ 14 തുടങ്ങും. ഇനി 32 വേദി ഓഷ്യാനിയ ബ്രിസ്ബെയിൻ ആണ്. ബ്രിസ്ബെയിൻ നമ്മളുടെ വേദി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. ഇത് കോണ്ടിനെന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2032 ഓസ്ട്രേലിയ എന്ന രാജ്യത്താണ്. ബ്രിസ്ബെയിൻ ആണ്. ബ്രിസ്ബെയിൻ. ഇനി
വിന്റർ ഒളിമ്പിക്സ് 22 ബെയ്ജിങ്ങിൽ നടന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ 26 മിലാൻ കോർട്ടിന നടന്നു, ഇറ്റലി എന്ന രാജ്യത്ത്. ഇനി വീണ്ടും 4 വർഷം കഴിഞ്ഞപ്പോൾ വിന്റർ ഒളിമ്പിക്സ് 2030 ഫ്രാൻസിലെ ഫ്രഞ്ച് ആൽപ്സിൽ നടക്കും. ഇനി വരാൻ പോകുന്നത് 26-ലാണ്. അത് ഇറ്റലിയിലാണ്. മിലാൻ കോർട്ടിന, ഇറ്റലിയിലാണ് വരാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ഏഞ്ചൽസിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ലോസ് ഏഞ്ചൽസിൽ 28 ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ് നടന്നു കഴിയുമ്പോൾ 30 ഫ്രഞ്ച് ആൽപ്സ് ഫ്രാൻസിൽ നടക്കും. പിന്നെ 34 സാൾട്ട് ലേക്ക് സിറ്റി. അപ്പോൾ വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും നമ്മൾ ഓർത്ത് വെക്കുക, വേദികൾ ഓർക്കുക, വിന്നേഴ്സിനെ ഓർക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. വിന്റർ ഒളിമ്പിക്സ് 4 വർഷം കഴിയുമ്പോഴാണ്, സമ്മർ ഒളിമ്പിക്സും 4 വർഷം കഴിയുമ്പോഴാണ്. അപ്പൊ ഇതുവരെ 2024 വരെ നോക്കുവാണെങ്കിൽ 30 സമ്മർ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. 23 അതായത് നമ്മളുടെ 30 സമ്മർ ഒളിമ്പിക്സ് ആണ് നടന്നിട്ടുള്ളത് 23 സിറ്റികളിലായിട്ട്. ഇനി വിന്റർ ഒളിമ്പിക്സ് എടുക്കുവാണെങ്കിൽ 24 വിന്റർ ഒളിമ്പിക്സ് ഗെയിംസ് നടന്നിട്ടുണ്ട് 21 സിറ്റികളിലായിട്ടാണ് ഈ 24 വിന്റർ ഒളിമ്പിക്സ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പൊ 30 സമ്മർ, 24 വിന്റർ. രണ്ടും 4 വർഷത്തെ ഗ്യാപ്പ് ആണെന്നും ഓർത്തു. 2024 പാരീസ്, 28 നടക്കാൻ പോകുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. ഇനി 32 നടക്കാൻ പോകുന്നതോ 28, 32 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിലാണ് എന്നോർക്കുക. അടുത്ത നടക്കാൻ പോകുന്നത് വിന്റർ ഒളിമ്പിക്സ് ആണെന്നും അത് ഇറ്റലിയിലാണെന്നും മിലാൻ കോർട്ടിനാഡി ആംബസോ എന്ന സ്ഥലത്താണെന്നും ഓർക്കുക. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി എന്താണ്? ആൻസർ മൃത സഞ്ജീവനി. ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. യുനെസ്കോ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? യുനെസ്കോ നേതൃത്വത്തിൽ എന്നാണ് അന്തർദേശീയ മാതൃഭാഷാ ദിനം? ഫെബ്രുവരി 21. ഭരണതലം, ഉദ്യോഗസ്ഥതലം, രാഷ്ട്രീയ തലം അഴിമതി തടയുക സംസ്ഥാനത്ത് രൂപം കൊണ്ട ലോകായുക്തയാണ്. ലോകായുക്ത. ഇനി ലോക്പാലാണ് കേന്ദ്രത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ഓപ്ഷനിലില്ല. ആൻസർ അനിൽകുമാറാണ്. അപ്പോ നേരത്തേക്ക് സിറിയക് ജോസഫ് ആയിരുന്നു. ഇപ്പോൾ നിലവില് അനിൽകുമാർ ആണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ലോകായുക്ത. അടുത്ത ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് നടന്നു. അപ്പോൾ ജേതാക്കൾ ആരായിരുന്നു? ഇംഗ്ലണ്ട്. നമുക്കൊന്ന് നോക്കാം. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ട് ആണ് അല്ലെ. നമ്മളിപ്പോ ഓഡി വേൾഡ് കപ്പ് വിന്നർ ലിസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഡി ക്രിക്കറ്റ് ആണ്. 2020 ആണോ? അല്ല, വൺ ഡേ മാച്ചിനെ കുറിച്ചാണ് പറയുന്നത്, ഓഡി ക്രിക്കറ്റ്. അപ്പൊ 2019 ഇംഗ്ലണ്ട് വിന്നറായി, ന്യൂസിലൻഡ് റണ്ണറപ്പായി. ഇംഗ്ലണ്ട് വെയിൽസിലാണ് ഈ മത്സരം നടന്നത്. 2023 ഇന്ത്യയിലായിരുന്നു മത്സരം നടന്നത്. വിജയിച്ചത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യ റണ്ണറപ്പായി. അപ്പോൾ ഓടി മത്സരത്തിൽ 2019 ഇംഗ്ലണ്ട് വെയിൽസിൽ വെച്ച് നടന്നു. ഇംഗ്ലണ്ട് തന്നെ വിജയിച്ചു, ന്യൂസിലൻഡ് റണ്ണറപ്പായി. 23 ഇന്ത്യയിൽ വെച്ചിട്ടാണ് മത്സരം നടന്നത്. ഓസ്ട്രേലിയ വിന്നറായി, ഇന്ത്യ റണ്ണറപ്പായി. അപ്പോൾ 2019 ഈ ഓഡി ക്രിക്കറ്റിന്റെ വേദികൾ നമ്മൾ നോക്കുന്നു. 19 എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടും വെയിൽസിൽ വെച്ച്. 44 മത്സരങ്ങൾ ഇംഗ്ലണ്ടും 4 മത്സരങ്ങൾ വെയിൽസിൽ വെച്ച് നടന്നു. 23 ഈ 48 മത്സരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടന്നത്. ഇനി 27-ലും 31-ലെയും വേദികൾ കൂടി നോക്കുകയാണ്. നമീബിയ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ. കണ്ടോ, 3 രാജ്യങ്ങൾ. നമീബിയ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ. 31-ലോ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു ബംഗ്ലാദേശും ഇന്ത്യയും. ബംഗ്ലാദേശും ഇന്ത്യയും. അപ്പോ 19 ഇംഗ്ലണ്ട് വെയിൽസ്, 23 ഇന്ത്യയില്, 27 നമീബിയ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, 31 വീണ്ടും ബംഗ്ലാദേശ്, ഇന്ത്യ. അപ്പൊ ഓടി ക്രിക്കറ്റ് കണ്ടെങ്കിൽ 2020 ക്രിക്കറ്റും കൂടി കാണണ്ടേ? 2020 ക്രിക്കറ്റ് ആദ്യമായി നടന്നത് 2007-ലാണ്. 2007 ഇത് നടന്നത് എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. പക്ഷേ അതിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യ ആയിരുന്നു കപ്പടിച്ചത്. അപ്പൊ 2007 ആദ്യ 2020 മത്സരം വേൾഡ് കപ്പ് നടന്നപ്പോൾ ഇന്ത്യ വിന്നറായി, പാകിസ്ഥാൻ റണ്ണറപ്പുമായി.
പിന്നെ ഇന്ത്യക്ക് കപ്പ് കിട്ടുന്നത് 2024 നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ഒരു കപ്പ് അടിക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഇപ്പോ വീണ്ടും കപ്പ് കിട്ടി. നമുക്ക് എന്നാണ് കിട്ടിയത്? 2024 ഇന്ത്യക്ക് കപ്പ് കിട്ടുന്നത്. ഇപ്പോ വേദി എവിടെയാണെന്ന് എക്സാമിന് ചോദിക്കുന്നുണ്ട്. USA, വെസ്റ്റ് ഇൻഡീസ്. USA, വെസ്റ്റ് ഇൻഡീസ്. സൗത്ത് ആഫ്രിക്കയാണ് റണ്ണറപ്പ്. ക്ലിയർ ആണ്. അപ്പൊ ഇതുവരെ ഇത്രയും 2020 വേൾഡ് കപ്പ് ആണ് മെന്നിൽ നടന്നിട്ടുള്ളത്. 2007, 2009 ഇങ്ങനെ 2 വർഷം കൂടുമ്പം നടക്കുന്നുണ്ട് ഇത്. ക്ലിയർ ആണ്. 22 ഇംഗ്ലണ്ട് ആയിരുന്നു വിന്നർ. ഇപ്പോ 24 ഇന്ത്യ വിജയിച്ചു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നാറ്റോ ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4. ബ്രസൽസ് ആസ്ഥാനം. ഇപ്രാവശ്യത്തെ LDCയുടെ ഒരു ചോദ്യമാണ് ഇത് അല്ലെ. അതേപോലെ തന്നെ 22 ചോദിച്ചു. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. 1ഉം 2ഉം 3ഉം ശരിയാണ്. 1, 2, 3 കാര്യങ്ങൾ ശരിയാണ്. നാറ്റോ എന്ന് പറയുമ്പോൾ 1949 ഏപ്രിൽ 4 രൂപീകരിച്ചത്. ബ്രസൽസ് ആണ് ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെ സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. ഇനി 2022 രാജ്യത്തെ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന. 2015 ജൂൺ 25. 2022 രാജ്യത്തെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിരുന്നു പദ്ധതി. ഹിമാലയ പർവ്വതം ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടും? തെക്ക് ഭാഗം സിവാലിക് എന്നും വടക്ക് ഭാഗം ഹിമാദ്രി എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആൻസർ വിഴിഞ്ഞം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ബംഗ്ലാദേശുമായിട്ടാണ് കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം ഏത്? നാഗ്പൂരാണ് ഇന്ത്യയുടെ സെന്ററിൽ ഇരിക്കുന്ന കേന്ദ്ര ഭാഗത്തെ നഗരം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നമ്മുടെ കേരളത്തിൽ നിന്നൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ ഇത് ഇതിന്റെ പോഷക നദിയാണ്. ഉത്തരം കാവേരി നദിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് അറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. 1ഉം 2ഉമാണ് ശരി. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ഫലപുഷ്ടി കൂടുതലാണ് എക്കൽ മണ്ണിന്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. കറുത്ത മണ്ണ് ഏത് കൃഷിക്ക് അനുയോജ്യമാണ്? പരുത്തി കൃഷിക്ക്, കരിമ്പ് കൃഷിക്ക്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശമാണ്, പരുത്തി കൃഷി കാണപ്പെടുന്ന ഏക പ്രദേശമാണ് ചിറ്റൂർ താലൂക്ക്, പാലക്കാട് ജില്ല. ഇന്ത്യയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. 3 തലസ്ഥാനങ്ങളിലുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇപ്പൊ എടുത്തു മാറ്റി ആന്ധ്രാപ്രദേശ്. നിയമവും കാര്യനിർവഹണവും ഒക്കെ പറഞ്ഞവർ ഓരോ സംസ്ഥാനങ്ങൾ വെച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. നേരത്തെ പേര് രാജസ്ഥാൻ കനാൽ എന്നാണ്. രാജസ്ഥാനിലാണ്. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? പരുത്തി തുണിയിൽ 2ാം സ്ഥാനമാണ് ഗുജറാത്ത്. 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. മുംബൈ ആണ് പരുത്തി തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? 2010 ഇന്ത്യ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ അധ്യക്ഷൻ ആര്? 1946 ഡിസംബർ 6 രൂപീകരിച്ചു. ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹ വന്നു. ഡിസംബർ 11 സ്ഥിര അധ്യക്ഷൻ 46 രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനയുടെ ഭേദഗതി ഏതാണ്? കടമകൾ ഉൾപ്പെടുത്തുന്നത് 1976 42ാം ഭരണഘടന ഭേദഗതി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതി. ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. ആമുഖം ഭേദഗതി ചെയ്തു. ഇന്ത്യൻ മൗലിക കടമകൾ 42ാം ഭേദഗതി പ്രകാരം 10 എണ്ണത്തെ ആഡ് ചെയ്തു. നിലവിൽ നമുക്ക് 11 മൗലിക കടമകൾ ഉണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്?
ഗീതം എന്ന് പറഞ്ഞാൽ അത് വന്ദേ മാതരമാണ്. 1950 ജനുവരി 24-നാണ് ഗീതവും ഗാനവും അംഗീകരിക്കപ്പെടുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവലില് സന്യാസി കലാപങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം എന്ന ദേശീയ ഗീതം. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. 2005-ലാണ്. ജൂൺ 15-ന് പാസ്സാകുന്നു. 2005 ഒക്ടോബർ 12-ന് നിലവിൽ വന്നു. വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണിത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോടോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോടോ നമുക്ക് വിവരങ്ങൾ ചോദിക്കാം. ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഒന്നിലധികം വിവരങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇന്ത്യൻ ഭരണഘടന ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3 അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രം എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളുണ്ട്. നമ്മുടെ പതാക അംഗീകരിച്ചത് 47 ജൂലൈ 22-നാണ്. ഇനി ദേശീയ പതാക തയ്യാറാക്കിയത് പിങ്കാളി വെങ്കയ്യ. ഇദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ തലത്തിൽ അരുൺകുമാർ മിശ്ര ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ ഉത്തരം ഇല്ല. വിജയാണ് താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കാളി വെങ്കയ്യാണ്. ആന്ധ്രാപ്രദേശുകാരനാണ്. 3:2 ആണ് നീളം, വീതി, അംശബന്ധവും ഓർക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സമത്വമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്, ചൂഷണമുണ്ട്. സ്വത്തവകാശം ഉൾക്കൊള്ളുന്നില്ല. അപ്പോ സ്വാതന്ത്ര്യമല്ലാണ്ട് എന്തിനുള്ള സ്വാതന്ത്ര്യ സഞ്ചാരം, അതുപോലെ ജോലി ചെയ്യാനുള്ളത്, എവിടെയും പോകാനുള്ളത്, താമസിക്കാനുള്ള ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6. സമത്വത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമുണ്ട്. ഇനി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇത് ഗാന്ധിജി പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലാണ്. 42 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ വിടുക. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘനം പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? നമ്മുടെ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്താണ് ഉപ്പ് കുറുക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ആദ്യം 78ഓളം അനുയായികളോടൊപ്പം യാത്ര തിരിക്കുന്നു. സബർമതി നദിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. 1930-ലാണ് മാർച്ച് 12-നാണ് യാത്ര തിരിച്ചത്. ഏപ്രിൽ 5 ആയപ്പോഴത്തേക്ക് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. ഏപ്രിൽ 6-നാണ് ഇദ്ദേഹം ഉപ്പ് കുറുക്കിക്കൊണ്ട് ഈ നിയമം ലംഘിച്ചത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായണനാണ്. സമരനായിക അരുണ ആസഫ് അലിയാണ് ഗാന്ധിജി സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡിലിയുവാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന റാണി ഗെയ്ഡിലിയു. കൊച്ചുകുട്ടിയാണ്, 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? തേജ് ബഹദൂർ സാപ്രു, BR അംബേദ്കർ, ഇവരൊക്കെയാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. ഗാന്ധിജി ആകെ 2-ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് പങ്കെടുത്തത്. INC ആണ് ഗാന്ധിജി പ്രതിനിധീകരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിന് എതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? 1919-ൽ ഇവർ പുറത്തിറക്കിയ റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗിലേക്ക് നയിച്ചത്. ഡോക്ടർ സെയ്ഫുദ്ദീനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ അമൃത്സറിലെ കുറച്ച് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒത്തുകൂടി. ജനറൽ ലജ്നാണ്ടൽ ഡയർ വെടിവെച്ചു കൊള്ളാന് ഉത്തരവ് കൊടുക്കുന്നു. അങ്ങനെ ഓർഡർ മൈക്കൽ ഡയർ അങ്ങനെ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ എല്ലാം തൽക്ഷണം വെടിവെച്ചു കൊല്ലുകയാണ്. വിധിയുമായ ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? നമ്മുടെ ആൻസർ നെഹ്റുവിൻ്റെതാണ്.
ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഓഡർ. നേതൃത്വം കൊടുത്തത് മൈക്കിൾ ഓഡർ. നമ്മൾ സത്യം പറഞ്ഞ പഠിക്കുന്നത് ഓർഡർ ഇട്ടു, ഓഡയർ. നേതൃത്വം ജനറൽ റെജിനാൾഡ് ഡയർ എന്നാണ്. അപ്പോ ഇദ്ദേഹത്തെ വധിക്കുകയും സ്വന്തമായിട്ട് ഇയാളെ വധിച്ചപ്പോൾ വധശിക്ഷ കിട്ടുകയും ചെയ്തു. അത് ഏറ്റുവാങ്ങിയത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ് ആണ് ഇയാളെ പോയി വധിക്കുകയും അതിന്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുകയും ചെയ്തു. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? സൈലന്റ് വാലി പാലക്കാട് ജില്ല, മണ്ണാർക്കാട് താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട് കായലാണ്. 34 കായലുകളുണ്ട്. വലുത് വേമ്പനാട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ്. താഴെ കൊടുത്തവയിൽ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദി ഏത്? കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. 44 നദികളുണ്ട്. 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? വലുത് 780 മെഗാവാട്ടുള്ള ഇടുക്കിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന് മലമുഴക്കി വേഴാമ്പൽ, ഇന്ത്യക്ക് മയില്. പ്രാചീന തമിഴകം തിണകകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്മീൻ ഓർക്കുക, നെയ്തൽ. അപ്പോ തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴ ഇത് അട്ടപ്പാടിയാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. കേരളത്തിന്റെ ഏറ്റവും ചെറിയ ജില്ല? വലിയ ജില്ല ഇടുക്കി, ചെറിയ ജില്ല ആലപ്പുഴയാണ്. വലിയ ജില്ലകളിൽ 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം മലപ്പുറം, 1ാം സ്ഥാനം ഇടുക്കി. കുട്ടമ്പുഴ കിട്ടുമ്പോഴാണ് ഇടുക്കി 1ാമത് എത്തുന്നത്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ദ്രോണാചാര്യ പുരസ്കാരം കൊടുക്കുന്നത് കായിക പരിശീലകർക്കാണ്. നമ്മുടെ PT ഉഷയുടെ പരിശീലകനായ OM നമ്പ്യാർക്കാണ് ആദ്യമായി പുരസ്കാരം ലഭിച്ചത്. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര്? ആത്മോപദേശ ശതകം ഗുരുദേവനാണ്. ഗജേന്ദ്രമോക്ഷം ഗുരുദേവനാണ്. ദൈവദശകം ഗുരുദേവനാണ്. കന്യാകുമാരി ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആൻസർ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമി. നീചൻ, വെണ്ണീച ഭരണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? പള്ളത്ത് രാമൻ നമ്മളുടെ ആത്മവിദ്യാ സംഘം ആരാണ്? വാഗ്ഭടാനന്ദനാണ്. സ്ഥിരം ചോദ്യമാണ്. വാഗ്ഭടാനന്ദനാണ്. അപ്പോ ആത്മവിദ്യാ സംഘം ആരാണ്? വാഗ്ഭടാനന്ദനാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് വാഗ്ഭടാനന്ദൻ. മറ്റൊരു ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനെയാണ് ചോദിച്ചത്. തന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിനീ അച്ചുകൂടം എന്ന് പറഞ്ഞ വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയതിനു ശേഷം പത്രം തുറന്നില്ല. അപ്പൊ ആത്മവിദ്യാസംഘം ആരാണ്? ഉത്തരം വാഗ്ഭടാനന്ദനാണ്. ഇപ്പോ എല്ലാ ചോദ്യപേപ്പറിലും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ആത്മവിദ്യാസംഘം. വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് സമപന്തി ഭോജനം നടത്തിയത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വെണ്ണീച ഭരണം എന്നാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെയും അതുപോലെ തിരുവിതാംകൂറിനെയും വിശേഷിപ്പിച്ചത്. വൈകുണ്ഠ സ്വാമികൾ. ശിങ്കാരത്തോപ്പ് ജയിലിൽ പിടിച്ചിട്ടു. ക്ലിയർ ആണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? അതും വൈകുണ്ഠ സ്വാമികൾ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ്. പ്രത്യക്ഷ രക്ഷ ദേവസഭ PRDS ഇത് 1909 നമ്മുടെ ഇരവിപേര് പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥാപിച്ചത്. പൊയ്കയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ ഇങ്ങനെയൊക്കെയാണ് പേരുകൾ. കുമാര ഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോ 1924 നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. നവംബർ 12 ഇദ്ദേഹം വൈക്കത്ത് നിന്ന് തിരുവിതാംകൂർ വരെ യാത്ര പോയി. കാൽനട സവർണ ജാഥ.
ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആര്? വക്കം അബ്ദുൽ ഖാദർ ആണ് ഇന്ത്യൻ നാഷണൽ ആർമി INA സഹകരിച്ചതിനാണ് വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റിയത്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചു വെങ്ങാനൂർ ടു തിരുവനന്തപുരം. അപ്പോ ഇത് നമ്മുടെ അയ്യങ്കാളിയാണ്. പഞ്ചമിക്ക് പഠിക്കുന്നതിന് വേണ്ടി സ്കൂൾ അനുവദിക്കണം എന്ന് വാദിച്ചു. കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അയ്യങ്കാളി പെരുന്നാട് ലഹള നടത്തി. അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇതൊരു നാടകമാണോ അല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. നാടകമാണ്. 27-ലാണ് രചിച്ചത്. അപ്പോ ഈ ഒരു നാടകം 1929-ലാണ് ആദ്യമായിട്ട് എടക്കുനി തൃശ്ശൂരില് അവതരിപ്പിക്കുന്നത്. VT ഭട്ടതിരിപ്പാട് രചിച്ചതാണ്. കണ്ണീരും കിനാവുമാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. യാചനയാത്ര നടത്തിയതും VT ഭട്ടതിരിപ്പാടാണ്. വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. നിജാനന്ദ വിലാസം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. ഇനി രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ആണ്. പാൻക്രിയാസിനെ മധുരഗ്രന്ഥി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാർവത്രിക ദാതാവ് ആരാണ്? സാർവത്രിക ദാതാവ് O ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവാണ് AB ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? 24 അസ്ഥികളാണ് വാരിയലിൽ ഉള്ളത്. വാരിയലിൽ എത്ര എണ്ണം ഉണ്ട്? 24 അസ്ഥികൾ. അടുത്ത ചോദ്യം, ശരീരത്തിന്റെ കാൽസ്യം ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ജീവകം D ആണ് കാൽസ്യം. കുടിവെള്ളം ഉപയോഗിക്കുന്ന pH മൂല്യം ഇതിനകത്ത് തന്നേക്കുന്നത് തെറ്റാണ്. ആൻസർ ഇല്ലാത്തത് കൊണ്ട് ഡിലീറ്റ് ചെയ്യും. കുടിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ന്യൂട്രൽ ആണ് എന്നാണ് പറയുന്നത്. എങ്കിലും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നു. മരവാഴ എക്സാമ്പിൾ ആണ്. മറ്റു യാതൊരു തരത്തിലുള്ള ശല്യം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെ എപ്പിഫൈറ്റ്സ് എന്ന് വിളിക്കാം. ഭൂകാണ്ഡത്തിന് ഉദാഹരണം എന്താണ്? ഭൂകാണ്ഡം ഉരുളക്കിഴങ്ങാണ്. അപ്പൊ കാണ്ഡത്തിനടിയിലായിരിക്കും സാധനങ്ങളൊക്കെ വളരുന്നത്, കിഴങ്ങുകളൊക്കെ ഉണ്ടാകുന്നത്. പയറ് വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏത്? പയറ്. ജ്യോതിക, മാലിക, ലോല, ഭാഗ്യലക്ഷ്മിയൊക്കെ പയറാണ്. ഹരിത ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ജ്യോതിക, മാലിക, ലോല, ഭാഗ്യലക്ഷ്മിയൊക്കെ എന്താണ്? പയറ. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചത്? ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്. ഇനി ഐസോടോപ്പ് ഏത്? പ്രോട്ടോണുകൾ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറന്റ് ആണ്. പ്രോട്ടോൺ സെയിം എന്ന് വെച്ചാൽ താഴെ എഴുതിയേക്കുന്ന സാധനമാണ് സെയിം ആകേണ്ടത്. ഇവിടെ കണ്ടോ, താഴെ സെയിം ആണ്. ഇനി ഇവിടെ സെയിം അല്ല, ഇവിടെ സെയിം ആണ്, ഇവിടെ സെയിം അല്ല. അപ്പൊ നമുക്ക് 2 and 4 ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ ബി. മാസ് നമ്പർ ഡിഫറൻറ്റും നമ്മുടെ പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക് നമ്പർ സെയിമുമായിരിക്കണം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം. ലീച്ചിങ് എന്ന പ്രക്രിയയാണ് നടത്തുന്നത്. തിരിച്ചെടുക്കാൻ. സിങ്കിന്റെ അയിര് കലാമിൻ. ഇരുമ്പ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. കോപ്പർ കുപ്രൈറ്റ്. ഇനി ചെമ്പ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത് ആരാണ്? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയത് ഹെൻറി മോസ്ലിയാണ്. അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലേഫ് ഒക്കെ നടത്തുന്നത്. ഇനി ഒരു ജലതന്മാത്ര ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ജലതന്മാത്ര H2O അല്ലേ? അപ്പോ നമുക്ക് 3. ആകെ ആറ്റങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ഈ കാണുന്ന ഹൈഡ്രജൻ്റെത് ഒന്ന് പ്രോട്ടിയം, മറ്റൊന്ന് ഡ്യൂട്ടീരിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിനകത്ത് 1H1 ആണ് പ്രോട്ടിയം, അത് തന്നിട്ടില്ല. 1H2 തന്നിട്ടുണ്ട് ഡ്യൂട്ടീരിയം, 1H3 തന്നിട്ടുണ്ട് ട്രിഷ്യം. അപ്പൊ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ആണ്. ഇവിടെ പ്രോട്ടിയം തന്നിട്ടില്ല, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ആണ് തന്നേക്കുന്നത്.
ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം എന്താണ്? ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ NaHCO3 ആണ്. NaHCO3. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം ഏതാണ്? ml² T⁻⁻2 ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പൊ അതുമായിട്ട് വ്യത്യാസം കൂട്ടുന്നു. അപ്പൊ 212 ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ജലത്തിലെ തിളനില എന്ന് പറയുന്നത്. ഇത് നമുക്ക് 273 കൂട്ടിയാലൊന്നും കിട്ടത്തില്ല. അത് കെൽവിനിലേക്ക് മാറ്റാനേ പറ്റൂ. ഡിഗ്രി സെൽഷ്യസ് 373 കെൽവിൻ എന്ന് പറയുന്നതാണ് കെൽവിൻ. മറ്റേത് ഇക്വേഷൻ ഉണ്ട്. എന്താണ് 5/9 ഇൻറ്റു C-32 അങ്ങനത്തെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരതയുള്ള തെരഞ്ഞെടുക്കുക. ജലമാണ്. പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എല്ലാവരും കാണാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്. അപ്പോ വിശിഷ്ട താപധാരത കൂടുതൽ ഏതിനാ? ജലത്തിനാണ്. പ്രകൃതിയില് അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലത്തിനാണ്. ഗുരുത്വബലം പ്രകൃതിയില്. മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. അങ്ങനെ നമ്മളുടെ GK 80 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാത്സ് ആണ്. 1,00,000 എന്ന് പറയുമ്പോൾ 5 പൂജ്യമാണ്. 1 കഴിഞ്ഞ് എത്ര 1000 ഉണ്ട്. അപ്പൊ ഡിവൈഡ് ബൈ 1000 വെട്ടി ഉത്തരം 100 എണ്ണം. അടുത്ത ചോദ്യം 40. 8/2 എത്രയാണ്? 8/2 ആദ്യം ചെയ്യണം. ബോർഡ് മാസ് ആണ്. അപ്പോ 4. 4 3 12. 40 12 കുറച്ചാൽ ഉത്തരം 28. 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റ് ഇടവിട്ട് പ്രകാശിക്കും. ഒരുമിച്ച് 8 AM കത്തി വീണ്ടും ഒരുമിച്ച് എപ്പോൾ പ്രകാശിക്കും? ഇത് LCM കാണണം. പ്രത്യേകിച്ച് കോമൺ ഒന്നുമില്ല. അപ്പൊ 60 LCM. അപ്പൊ ആദ്യം 8 കത്തിയെങ്കിൽ ഇനി 60 മിനിറ്റ് കഴിഞ്ഞ് 8 + 1 9 AM അടുത്തത് കത്തുന്നത്. 2, 4, 6 സംഖ്യകളുടെ ഉസാഗ. 2, 4, 6 ഉസാഗ എന്ന് വെച്ച് തന്നിരിക്കുന്നവയിൽ ചെറിയ സംഖ്യ ആയിരിക്കും ഉസാഗ. കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറുത് 2. നീളം ഇതാണ്, വീതി ഇതാണ്. പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണമാണ്. നീളം ഗുണം വീതിയാണ് LB. 3/4 എന്ന മിശ്ര ഭിന്നത്തെ നമുക്ക് വിഷമ ഭിന്നമാക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം മിക്സഡിനെ. 4 × 3 12. 12 3 15/4 വരും. അപ്പൊ നീളം കിട്ടി. ഇനി വീതി 9×3 27 + 1/3. അപ്പൊ 27 1 28/3. ഇത് വെട്ടാലോ? I3 15, 7 4 28, 7 5 35 എന്നതാണ് നമ്മുടെ ഉത്തരം. ചതുരശ്ര മീറ്റർ. പരപ്പളവ് മീറ്റർ സ്ക്വയർ ആണ് 35. 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? അപ്പോ 6 എത്ര കൂട്ടിയാൽ 20 കിട്ടും? 20 - 6. 6 14 കൂട്ടിയാൽ മതി. 20 - 6. അതുപോലെ 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? അപ്പൊ 50.3 ഇട്ട് കൊടുത്തു. -18.793. ഈ 5 കടമെടുത്തു. ഇത് 10 ഇത് 9 9 അല്ലെ? 7 0. 9 7 കുറച്ചാൽ 2. 9 8 കുറച്ചാൽ 1. ഇവിടെ 4 ഉത്തരം 31. 31.207 ആണ് നമ്മുടെ ആൻസർ. പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? പൂർണ്ണവർഗ സംഖ്യയാകാൻ സാധ്യതയില്ലാത്തത് അറ്റത്തൊന്നെങ്കിൽ 2 വരിക, അല്ലെങ്കിൽ എന്ത് വരണം? 3 വരിക, 7 വരിക, പിന്നെ വരുന്നത് 8. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താകത്തില്ല? പൂർണ്ണവർഗ സംഖ്യകൾ ആകില്ല. അപ്പൊ ഏതൊക്കെയാണ് അറ്റത്ത് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് 2 3 7 8. നമ്മൾ നോക്കിയാൽ മതി. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്, 6ന്റെ സ്ക്വയർ 36 ആണ്. കണ്ടോ? അറ്റത്ത് ഒരിക്കലും 2 3 7 8 വരുന്നില്ല. അപ്പൊ ഇവിടെ 5 അല്ല, 4 അല്ല, 1 അല്ല. അപ്പൊ 2 ഉള്ള അറ്റത്തുള്ള ഒരു സാധനം അങ്ങ് എഴുതിയാൽ മതി. ഒരു സ്ഥാപനത്തിൽ 14 ജോലിക്കാരുണ്ട്. അതിൽ നിന്നും 32 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറി പോയി. ഇനി പകരം മറ്റൊരാൾ ജോലിക്ക് വന്നു.
അപ്പൊ 32 വയസ്സുള്ള ഒരാൾ പോയിട്ട് പകരം മറ്റൊരാള് ജോലിക്ക് വന്നിട്ടുണ്ട്. അപ്പോ വന്നപ്പോ ജോലിക്കാരുടെ ശരാശരി വയസ്സ് 1 കൂടി. എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്ര വയസ്സാണ്? നമുക്ക് ഇത് ചെയ്യുന്നത് 32ന്റെ കൂടെ, ഇപ്പൊ ന്യൂ മെമ്പർ എന്ന് പറയുമ്പോൾ ഈ 32 അല്ലെ, ഇപ്പോൾ ഓൾറെഡി ഏത് വയസ്സാണോ പോയ ആള് അയാളുടെ പ്രായം പ്ലസ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സ്ഥാപനത്തിൽ എത്ര ജോലിക്കാരുണ്ട്? 15 പേര്. ഇനി എത്ര ശരാശരി കൂടി? 1. 32ഉം 15ഉം കൂടെ കൂട്ടുക. നമ്മുടെ ഉത്തരം വരുന്നത് 47. പ്രായം അപ്പോൾ നമ്മുടെ ആൻസർ വന്നത് 47 ആണ്. 32 പ്ലസ് ആളുകളുടെ എണ്ണം എന്നിട്ട് 1 ശരാശരി ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി. 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ നമുക്ക് 750 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് വാങ്ങിയ വില ഇൻറ്റു ലാഭ ശതമാനം ബൈ 100. വാങ്ങിയ വില 750, ലാഭം 114 ബൈ 100. ഇത് തമ്മിൽ വെട്ടി 5 ഗുണം 2 10, 1 5 5 I 5 25. ഇത് I 2 10, ഈ 7 14. 57 ഗുണം 15, 7 5 35, 25 25ഉം 7ഉം 32ഉം 3ഉം 35, 5 3ഉം 8, 855. 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. തീവണ്ടി 180 മീറ്റർ നീളമുള്ള പാലം കടക്കുന്നു. എത്ര സമയം എടുക്കും? രണ്ട് നീളങ്ങൾ കണ്ടാൽ കൂട്ടണം. നമുക്ക് സമയമാണ് വേണ്ടത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. രണ്ട് നീളങ്ങൾ കണ്ടാൽ കൂട്ടുക. സ്പീഡ് ഒന്നേ ഉള്ളൂ, ഡിവിഷൻ ചെയ്യുക. അപ്പോൾ 120ഉം കൂട്ടുമ്പോൾ 300, സ്പീഡ് 108. ഇത് മീറ്ററിലാണ്, ഇത് മീറ്ററിലാണ്, ഇത് മാത്രം കിലോമീറ്റർ. കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 18 6 108 ആണ്. 6 5 30 അല്ലേ. 30 വെട്ടുമ്പോൾ 10 എന്ന് കിട്ടും. ഉത്തരം 10 സെക്കൻഡ്. പ്ലസ് എന്നാൽ ഗുണമാണ്. അപ്പോൾ നമ്മൾ പ്ലസിന്റെ സ്ഥാനത്ത് എന്തിടണം? ഗുണമിടണം. പ്ലസിന്റെ സ്ഥാനത്ത് ഗുണമിടുക. 4 ഗുണം 2. മൈനസ് എന്നാൽ ഡിവിഷൻ ആണ്. 12 ഡിവിഷൻ 3. ഗുണം എന്നാൽ പ്ലസ് ആണ്. ഇവിടെ ഗുണം ഇട്ടു. ഗുണം എന്നാൽ പ്ലസ്. ഡിവിഷൻ എന്നാൽ മൈനസ് ആണ്. ഡിവിഷൻ മൈനസ്. 12 3 4 3 12, 8 മൈനസ് 5. 12ന്ന് 5 കുറച്ചു. 7 അല്ലേ ഉത്തരം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 7. അടുത്ത ചോദ്യം 1 2 4 7 11 ഡാഷ്. 1 1 2, 2 2 4, 4 3 7, 7 4 11, 11 5 16 ആണ് ഉത്തരം. സമാന ബന്ധം. ചെറുത് വലുത് ഓപ്പോസിറ്റ് ആണ്. ഉദയം അസ്തമയം. ബെസ്റ്റ്, സോപ്പ്, പാസ്റ്റ്. അപ്പൊ ബി എന്ന് പറയുന്നവർ അറ്റാന്ന് വെച്ചു. ഇ എന്ന് പറയുന്നത് ശതമാനം അല്ലെ. അപ്പൊ എസും ടിയും താണ്ടിരിക്കുന്ന ഇത് രണ്ടും അല്ലേ. ഹാഷും ക്വസ്റ്റ്യൻ മാർക്കും. ഹാഷും ക്വസ്റ്റ്യൻ മാർക്കും ഒരെണ്ണത്തിലേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. പാസ്റ്റിന്റെ ഈ എസ് ടി മാത്രം കമ്പയർ ചെയ്തപ്പോ തന്നെ ഉത്തരത്തിലേക്ക് എത്തി. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമം വലുതിന്ന് ചെറുതിലേക്ക് എഴുതാൻ. മൂന്നാമത്തെ സംഖ്യ ഇത്. അപ്പോൾ ഏറ്റവും വലുത് ഇതിനകത്ത് 525 ആണ്. പിന്നെ 425, 325, 225, 125. മൂന്നാമത് വരുന്ന സംഖ്യയല്ലേ ചോദിച്ചത്. നമ്മുടെ ഉത്തരം 325. ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. പരുന്ത്, പുല്ല്, തവള. നമ്മൾ ഇത് ആവാസ വ്യവസ്ഥയാണ്. ആദ്യം ചെടി വരണം, പുല്ല്. പിന്നെ പുല്ലിനെ തിന്നുന്ന സസ്യബുക്ക് പുൽച്ചാടി. തവള, പാമ്പ്, പരുന്ത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആദ്യം എന്തായാലും സസ്യം തന്നെ വരണം. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി.
എയ്സ് KMO GHJ RTV. എ കഴിഞ്ഞ് ബി ഇല്ലാതെ സി, സി കഴിഞ്ഞ് ഡി ഇല്ലാതെ ഇ. അപ്പൊ കെ കഴിഞ്ഞ് എൽ ഇല്ലാതെ എം, എൻ ഇല്ലാതെ ഒ, ആർ കഴിഞ്ഞ് എസ് ഇല്ലാതെ ടി, യു ഇല്ലാതെ വി. ഓക്കെ, ജി കഴിഞ്ഞ് GH അല്ലെ. അപ്പോ അടുപ്പിച്ചാണ്. അപ്പൊ ഇതാണ് ഒറ്റയാൻ. ഐ ഇല്ലാണ്ട് ജെ വന്നിട്ടുണ്ട്, പക്ഷെ ജി കഴിഞ്ഞ് എച്ച് തന്നെ വന്നു. താഴെ കൊടുത്തുള്ളതിൽ വേറിട്ട് നിൽക്കുന്നത് ഏത്? ത്രികോണം, സമാന്തരികം, ചതുരം, സമചതുരം. ഇതെല്ലാം 4 വശം, ത്രികോണം മാത്രം 3 വശം. അതുകൊണ്ട് അതാണ് വേറിട്ട് നിൽക്കുന്നത്. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ലതയുടെ റാങ്ക് മുന്നിൽ നിന്ന് 15-മതാണ്. 40 കുട്ടികളുണ്ട്, മുന്നിൽ നിന്ന് 15-മതാണ്. എങ്കിൽ അവസാനത്ത് നിന്ന് എത്ര? അപ്പോ 40 മൈനസ് 15 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 25. ഇനി നമുക്ക് ബാക്കി എന്നുള്ളത് കാണേണ്ടത് കൊണ്ട് 1 കൂട്ടണം. ആൻസർ കിട്ടുന്നത് 26. 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങ് വയസ്സായി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ ലേൺ വിത്ത് റീജി ആണ്. കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇതിനകത്ത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ടിക്ക്ഡ് PDF ഇട്ടിട്ടുണ്ട്, നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് എഴുതാൻ മറക്കരുത്. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. ഇപ്പൊ 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങ് വയസ്സായി. 4 മടങ്ങ്, മകളുടെ വയസ്സ് എക്സ് എന്നിട്ടു, അമ്മയുടെ വയസ്സ് 4x എന്നിട്ടു. 2 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ 2 കൊല്ലം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അറ്റ് പ്രസന്റ് ആണ്. x+2 ആവും, 4x 4x+2 ആവും. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് വയസ്സാകും. അപ്പൊ 4x+2 എന്ന് പറയുന്നത് 3 മടങ്ങായി. എങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 4x+2 = 3x+6 ആണ്. അപ്പൊ x എന്ന് വെച്ചാൽ 6-ന്ന് 2 കുറച്ചു 4 കിട്ടി. ഇനി അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 10 എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോഴത്തെയാണ് നമുക്ക് വേണ്ടത്. 4 ഇത് 2 കൊല്ലം മുമ്പായിരുന്നു, പിന്നെ 2 കൊല്ലം കഴിഞ്ഞാണ്. അതെല്ലാം കൂടെ കൂട്ടിയെടുക്കണം. ഇത് 2 രീതിയിൽ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ എക്സ് ഇടുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ ഓപ്ഷൻ എടുത്തുകൊണ്ട് 15, 5, 10, 20 ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ് ഓപ്ഷനിൽ ഉള്ളത്. ഇത് 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങ് വയസ്സായിരുന്നു അല്ലെ. അപ്പൊ 2 കൊല്ലം മുമ്പ് മകളുടെ വയസ്സ് എന്തായിരിക്കും? അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യണം. 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് വയസ്സ്. അപ്പൊ ഇതിങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. 2 കൊല്ലം മുമ്പ് ആകുമ്പോൾ എന്താകും വയസ്സ്? അപ്പോൾ എല്ലാത്തിലും എഴുതണം. 5, 2 കൊല്ലം മുമ്പാണെങ്കിൽ 3, 7, ഇത് 18, ഇങ്ങനെ 2 കൊല്ലം മുമ്പ് എഴുതണം. അപ്പൊ 2 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 4 മടങ്ങല്ലേ. അപ്പൊ ഇതിന്റെ എല്ലാം 4 മടങ്ങ് ഇപ്പുറത്ത് എഴുതണം. അമ്മ എന്ന് പറയുമ്പോൾ 13ന്റെ 4 മടങ്ങ് എത്ര? 4 3 12, 4 1 5, 52. ഇത് 4 മടങ്ങ് 12, ഇത് 4 മടങ്ങ് 7 4 28, 18 4 72. ഇനി 2 കൊല്ലം കഴിഞ്ഞാൽ, 2 കൊല്ലം കഴിയുമ്പോൾ 15 എന്താകും? 17, 7, 12, 22, 22. അമ്മയ്ക്ക് മകളുടെ 3 മടങ്ങ് വയസ്സാകും. അപ്പൊ അങ്ങനെ 3 മടങ്ങ് നോക്കണം. 7 3 21, അങ്ങനെ ഓരോന്ന് 12 36, 21 അങ്ങനെ നോക്കണം. എന്നിട്ട് കമ്പയർ ചെയ്യണം ഏതാണോ കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്, അങ്ങനെ എഴുതാം. പക്ഷെ ഇത് കുറച്ചും കൂടെ എന്ത് ചെയ്യും? നമ്മളുടെ സമയം കുറേ പോകും. പിന്നെ എക്സ് ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എങ്കിൽ ഈ 4 ഓപ്ഷനും വെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ ഉത്തരത്തിലെത്താൻ പറ്റും. കുറച്ചും കൂടെ പക്ഷെ എന്ത് ചെയ്യും? നമ്മളുടെ സമയം നഷ്ടപ്പെടും. എക്സ് ഇട്ട് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് ഉത്തരത്തിലെത്താനും പറ്റും. അപ്പൊ ഉത്തരം എന്താണ്? 10. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.